ഈശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും ഒരു വചനം തരണേ, അല്ലെങ്കിൽ ഏത് വചനമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കുന്നു. മുൻകാലങ്ങളെക്കാൾ അധികമായിട്ട് വചനത്തിന് വേണ്ടി ഓടി നടക്കുന്നവരെയും ദാഹിക്കുന്നവരെയും വചനം എഴുതുന്നവരെയും ബൈബിൾ പകർത്തി എഴുതുന്നവരെല്ലാം അങ്ങനെയുള്ള ഒത്തിരി പേരെ കണ്ടുമുട്ടുകയാണ്. ജാതി മതഭേദമന്യേ ദൈവവചനത്തിൻ്റെ ശക്തി മനുഷ്യർ ആഴത്തിൽ വിശ്വസിച്ചും ബോധ്യപ്പെട്ടും അനുഭവിച്ചും തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ റോമ 9:6 പറയുന്നു, ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ, വിശ്വാസമുള്ളവർ എന്ത് ചെയ്യും? ദൈവവചനത്തെ തള്ളിപ്പറയുകയില്ല. ദൈവവചനം പ്രാർത്ഥിക്കും, ദൈവവചനം എഴുതും, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. വീണ്ടും എന്തുകൊണ്ടാണ് വെറുതെ വചനം പറഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കും. വചനം നമ്മിൽ മാംസം ധരിക്കണം. കാരണം പരിശുദ്ധ മറിയത്തിൽ സംഭവിച്ചതുപോലെ യോഹന്നാൻ 1:14 പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14 മറന്നു പോരുത്, ഈ വചനമൊക്കെ കുറിച്ച് വെച്ചേക്കണം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ എന്നിൽ വസിക്കട്ടെ, എന്നിൽ ദൈവത്തിൻ്റെ വചനം മാംസം ധരിക്കട്ടെ. ഒരു ക്യാൻസർ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ വന്ന കോശങ്ങൾ പ്രവർത്തനക്ഷമമാകും, അമിത കോശ വളർച്ച നിലനിൽക്കും. തളവാത രോഗി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, പേര് ആൻ്റണി എന്നാണ്, ഇന്ന് അദ്ദേഹം ലോകമെമ്പാടും ചുറ്റി സഞ്ചരിച്ച് വചനം പ്രഘോഷിക്കുന്നു. കിടപ്പ് രോഗി ഇതാ കർത്താവിൻ്റെ വചനം കൊണ്ട് അനേകരെ സുഖപ്പെടുത്തുന്ന, ശരീരത്തിൻ്റെ സുഖം മാത്രമല്ല, ശരീരം, മനസ്സ്, ആത്മാവ്. ഇങ്ങനെ കഴിഞ്ഞ 36 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ തെളിഞ്ഞും മറഞ്ഞും നേരിട്ടും അല്ലാതെയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇതാ രോഗിയായി വന്നു വൈദ്യനായി മടങ്ങിയെന്ന് പറയുന്നത് പോലത്തെ ഒത്തിരി അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1 തിമോത്തി 5:9 പറയുന്നുണ്ട്, വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. 1 തിമോത്തി 4:9 മറന്നു പോകരുത്. വചനം വിശ്വാസയോഗ്യവും തികച്ചും സ്വീകാര്യവുമാണ്. അതുകൊണ്ട് വചനം വിശ്വസിക്കണം, തികച്ചും അത് സ്വീകാര്യമാണ്. ഏത് കാര്യത്തിന് വേണ്ടിയും വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ കുറച്ച് നാൾ പ്രാർത്ഥിക്കണം, ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ചിലപ്പോൾ ദീർഘനാൾ കുടുംബത്തിൻ്റെയും തലമുറകളുടെയും സഭയുടെയും സമൂഹത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി ആ പ്രാർത്ഥന ദൈവം ഏറ്റെടുക്കും. അല്ലാതെ പ്രാർത്ഥിക്കുന്ന നിയോഗം ദൈവം ഉപേക്ഷിച്ചത് കൊണ്ടല്ല. അതുപോലെ പ്രഭാഷകൻ 42:15 കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിറവേറ്റപ്പെടുന്നു. അതുകൊണ്ട് വചനം എഴുതണം, വചനം വിശ്വസിക്കണം, വചനം പ്രാർത്ഥിക്കണം.